നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണകഥകളെ വർണ്ണിക്കുന്ന കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട്, അതിൻ്റെ ആദ്യ അധ്യായത്തിൽ കൂടിയിട്ടാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മധുരാപുരിയെ വർണ്ണിച്ചുകൊണ്ട് ശ്രീ മധുരാപുരി എന്നൊരു നാമമായി ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം ആകാരമായിനി നിന്ന ആദിയിലുണ്ടായി പണ്ടുപാരിൽ. മധുരയെ വർണ്ണിച്ചുകൊണ്ടാണ് കഥ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. മധുരയിലെ ദേവകൻ എന്ന രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവകിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. സഹോദരനായിട്ടുള്ള കംസൻ, ഭോജവംശത്തിലെ രാജാവ് കൂടിയായിട്ടുള്ള കംസൻ, തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് ദേവകീ വസുദേവന്മാരെ വരൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയയക്കുവാൻ തേർ തെളിക്കുന്ന സമയത്ത് കംസൻ തന്നെ തേര് തെളിക്കുവാൻ തയ്യാറായി. ആ യാത്ര ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു അശരീരി കേൾക്കുകയാണ്. ആമോദിച്ചെല്ലാരുമാമന്തം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു ചൊല്ലുണ്ടായി, ദേവകി തന്നെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകൻ താൻ, നിന്നുടെ കാലനായി പോന്നു വന്നിടുന്നോൻ എന്നതു ചിന്തിച്ചു കൊള്ളുക കംസ. ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എൻ്റെ അന്തകനായിത്തീരുമെന്ന അശരീരി കേട്ടതും മരണഭയത്താൽ കംസൻ തേരിൽ നിന്നിറങ്ങി ദേവകിയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴക്കുകയാണ് താഴേക്ക്. വലിയൊരു പാപകർമ്മമാണത്. ഒരിക്കലും സ്ത്രീയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചിഴയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യുന്നവരൊക്കെ തന്നെ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പുരാണങ്ങളിൽ കൂടി കാണാം. സീതയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച രാവണൻ, ദേവകിയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച കംസൻ, പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവന്നതായ ദുശാസനൻ, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. കൊല്ലാൻ വേണ്ടി ആയുധമെടുത്ത കംസനോട് വസുദേവർ ദേവകിയെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ കംസനെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നിർമ്മലമാനസനായി നിന്നീടുമിൻ നിന്മനമിങ്ങനെ വന്നതെന്തേ, ശങ്കയും കൈവിട്ടു പെൺകൊല ചെയ്യുകയോ, മംഗളനായ നിൻവേലയിപ്പോൾ ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോ ഇന്നാരി താനും. എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ സ്ത്രീഹത്യ ചെയ്യുന്നത്? ഏറ്റവും വലിയൊരു ഹീന കൃത്യമാണത്, പാപകർമ്മമാണത്. ഇനി ദേവകിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല. ദേവകിയല്ലല്ലോ നിന്നുടെ കാലനായി മേവുന്നതെന്നതോ വന്നുതല്ലോ, അഷ്ടമനാകുന്ന ബാലകനല്ലോ നിൻ കഷ്ടതയ്ക്കിന്നു നിമിത്തമെന്നാൽ, പെറ്റുപെറ്റിയിടുന്ന മക്കളെയെല്ലാമേ തെറ്റൊന്നു നിൻ കയ്യിൽ നൽകാമല്ലോ. ദേവകിയെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് സത്യസന്ധനായിട്ടുള്ള വസുദേവൻ ശപഥം ചെയ്യുന്നു, ദേവകിയിൽ നിന്ന് നിനക്ക് ആപത്ത് വരില്ലല്ലോ കംസ, ജനിക്കുന്ന കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് സമർപ്പിച്ചു കൊള്ളാം, ദേവകിയെ വിട്ടയക്കൂ.
അങ്ങനെ യഥാകാലം ദേവകി വസുദേവന്മാർക്കുണ്ടായ പുത്രനെ യാതൊരു മടിയും കൂടാതെ കംസന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. എന്നാൽ കംസൻ ആ കുട്ടിയെ മടക്കി അയക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ള ക്രൂരനൊന്നുമല്ല, എട്ടാമത്തെ പുത്രനെ മാത്രമേ ഞാൻ നിഗ്രഹിക്കൂ. എൻ്റെ സഹോദരിയുടെ കുട്ടിയാണിത്, മടക്കി കൊണ്ടുപോയിക്കോളൂ. ഇവനിൽ നിന്ന് ഞാൻ മരണത്തെ പ്രതീക്ഷിക്കുന്നില്ല, ഇവനെ ഞാൻ ഭയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ മടക്കി അയച്ചു. അങ്ങനെ 6 കുട്ടികളുണ്ടായി. അപ്പോഴാണ് ഒരിക്കൽ മധുരയിൽ നാരദ മഹർഷി എത്തിച്ചേർന്നു. നാരദനെ സ്വീകരിച്ചു കംസൻ. ആ നാരദ മഹർഷി കംസനെ ഓർമ്മിപ്പിക്കുകയാണ്. ബന്ധുവേ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വേണം നീ ഒന്നു ചെയ്യുവാൻ. നിന്നുടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഇപ്പാരിടത്തിൽ. വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു പിറന്നിട്ടു വൃഷ്ണികളായി ചമഞ്ഞതിപ്പോൾ. പണ്ടേ നിന്നുടെ വൈരിയായി മേവുന്ന കൊണ്ടൽ നേർ വർണ്ണൻ താനിന്നു നേരെ. ദേവകി തന്നെ ഗർഭകനായിട്ടു മേവി നിന്നാശു പിറന്നു പിന്നെ. നീ ആലോചന ഇല്ലാതെയാണ് കംസ ഇതുവരെ എല്ലാം ചെയ്തിട്ടുള്ളത്. വസുദേവരുടെ പുത്രന്മാരെ മടക്കി അയച്ചത്, ദേവകീ പുത്രന്മാരെ മടക്കി അയച്ചത് അബദ്ധമായി പോയി. ഇവരെല്ലാവരും ദേവാംശങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വലിയൊരു ആപത്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നെല്ലാമുള്ള നാരദന്റെ വാക്കുകേട്ട് യാതൊരു മടിയും കൂടാതെ കംസൻ ദേവകീപുത്രന്മാരെയെല്ലാം നിഗ്രഹിക്കുന്നു. ദേവകീ വസുദേവന്മാരെ കാരാഗൃഹത്തിലിട്ട് ബന്ധിക്കുന്നു. 7ാമതായി ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ചതായ യോഗമായ ദേവി ഭഗവത് നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് ദേവകീ ദേവിയിൽ വന്ന് പ്രവേശിക്കുന്നത് എന്ന് കാണാം. പാരാതെ പോകണം ഭൂതലം തന്നിൽ നീ കാര്യങ്ങളോരോന്നേ സാധിപ്പാനായി. ദേവകി തന്നെ ഗർഭകനായിട്ടുമേവി നിന്നിടുമനന്തനെ നീ. ഗോകുലം തന്നിൽ വസിച്ചു നിന്നിടുന്ന രോഹിണി തന്നിലങ്ങാക്ക വേണം. നന്ദവിലാസിനി നന്ദനയായിട്ടു നന്നായി പോന്നു പിറക്ക നീയും. മാലോകർക്കേഴുന്നോരാപത്തെ പോക്കുവാൻ ഭൂലോകം തന്നിൽ വസിക്ക പിന്നെ. യോഗമായയോട് ഭഗവാൻ നിർദ്ദേശിക്കുന്നു, ഭൂമിയിൽ പോയി ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ചതായ അനന്തനെ, സംഘർഷണനെ, വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ടുള്ള രോഹിണി, ഗോകുലത്തിൽ വസിക്കുന്ന കംസനെ ഭയന്ന് മധുര വിട്ട് പലായനം ചെയ്ത രോഹിണി നന്ദഗൃഹത്തിലാണ്. ആ രോഹിണീദേവിയിലേക്ക് മാറ്റണം അനന്തന്റെ ചൈതന്യത്തിനെ, സംഘർഷണന്റെ ചൈതന്യത്തിനെ. അതോടൊപ്പം യശോദാദേവിയുടെ നന്ദപുത്രിയായി, യശോദാപുത്രിയായി ദേവി എവിടുന്ന് അവതരിക്കണം. ഭൂമിയിലെ മനുഷ്യർക്ക് ആപത്തിനെ ഇല്ലാതെയാക്കുവാൻ ഭൂമിയിൽ തന്നെ വിരാജിക്കൂ, അനുഗ്രഹത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഭൂമിയിൽ തന്നെ വസിക്കൂ എന്നൊക്കെയുള്ള ആ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് 7ാമതായി ദേവകിയിൽ പ്രവേശിച്ച അനന്തനെ രോഹിണിയിലേക്ക് മാറ്റുകയും പിന്നീട് ആ ജഗദംബിക നന്ദപുത്രിയായി യശോദാദേവിയിൽ വന്ന് അവതരിക്കാൻ തയ്യാറെടുക്കുന്നു. കരാഗൃഹത്തിലുള്ള ദേവകിയിലെ 7ാമത്തെ ഗർഭലക്ഷണങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതെയായി. ആ ഗർഭസ്ഥ ശിശു
ഗർഭാവസ്ഥയിൽ തന്നെ നശിച്ചു എന്ന് കരുതുന്ന കംസൻ പിന്നീടാണ് യഥാകാലം ഭഗവാൻ ദേവകിയിൽ വന്ന് എട്ടാമനായി പ്രവേശിക്കുകയും ആ ഭഗവത് അവതാരമൊക്കെയാണ് അടുത്ത ഘട്ടം. നമസ്കാരം.